എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങളും മാസങ്ങളൊക്കെ പോകുന്നത്. നമ്മുടെ ശുക്രമണി വരാൻ വെറും 3 മാസം കൂടി ഉള്ളൂ കേട്ടോ. എത്ര പെട്ടെന്ന് 6 മാസമായേ. നമ്മളിന്ന് പോകുന്നത് ഡോക്ടർ റിവ്യൂവിന് കേട്ടോ. 6ാം മാസത്തിലെ റിവ്യൂ. പതിവ് പോലെ തന്നെ നല്ല ടെൻഷനും നല്ല എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. എന്താ ഡോക്ടർ പറയാമെന്ന് വെച്ചിട്ട്. സാധാരണ ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. ഇന്ന് ഞങ്ങൾ പോകുന്നത് റൂമിലേക്കാണ്. റൂമിൽ പോയി ഡോക്ടറെ കാണുന്ന ദിവസം ഫുൾ ഡേ ഉമേഷേട്ടൻ ലീവ് ആവും. ഇനിയിപ്പോൾ ലീവ് എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ റൂമിലാണ് കാണിക്കൽ. എത്ര ടെൻഷനായിട്ട് ഞാൻ ഡോക്ടറെ കാണാൻ പോയാലും ഡോക്ടർ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതെന്താണെന്നറിയോ? കാരണം എനിക്ക് എൻ്റെ ഹെൽത്തിന് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് തോന്നിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി നോക്കും എന്താണ് അതിൻ്റെ റീസൺ എന്നറിയാൻ വേണ്ടി. എന്നിട്ട് ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കും. എൻ്റെ തെറ്റ് തന്നെയാണ്. പിന്നെ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പോയി പറയും, ഡോക്ടറെ ഇന്നതാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. എന്നിട്ട് അപ്പോൾ ഡോക്ടർ പറയും ഇതൊക്കെ സാധാരണ വരുന്നതാണ്. അപ്പോൾ പിന്നെ ഭയങ്കര ആശ്വാസം കേട്ടോ. ഇന്നും അതുപോലൊരു ഡൗട്ടും ടെൻഷനും കൊണ്ടാട്ടോ ഞാൻ പോകുന്നത്. എൻ്റെ കാല് നീര് വെക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാൻ വേണ്ടി. പക്ഷെ നിങ്ങളിപ്പോൾ എന്നെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയല്ലേ? അതെ, ഉമേഷേട്ടനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ടെൻഷൻ എങ്ങോട്ടോ പോകും. ഞാൻ ടെൻഷൻ അടിക്കാൻ തന്നെ മറന്നു പോകും. ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയപാടെ 2 പേര്, എൻ്റെ അമ്മായിയും കസിനും. കുറച്ച് നേരം അവരോടും കത്തിയടിച്ച് പിന്നെ ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി കയറി. എന്നിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. കാല് നീര് വെക്കണ കാര്യം പറഞ്ഞപ്പോൾ ലാബിൽ കുറേ നേരം പോസ്റ്റ് അടിച്ചു. അപ്പോഴത്തേക്കും അമ്മായിൻ്റെ അവർ കാണിക്കാൻ വേണ്ടി കയറിയിരുന്നു കേട്ടോ. വയനാടാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ പാലക്കാടും വയനാടൊക്കെ സെയിം ക്ലൈമറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഞങ്ങൾ ലാബിൽ നിന്ന് റിസൾട്ട് വാങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കും അമ്മായിൻ്റെ അവർ കാണിച്ച് മരുന്ന് വാങ്ങാൻ വേണ്ടി പോയി. അവരെന്താണെന്നറിയോ പറയണേ? യൂട്യൂബിലിടല്ലേ എന്നാട്ടോ പറയുന്നത്. ഞാനെന്തായാലും ഇടുമല്ലോ. റിസൾട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, വെള്ളം നന്നായിട്ട് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. അച്ചൂനെയും കൂട്ടി ഞങ്ങൾക്ക് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.